സഹോദരങ്ങളെ, നിക്കോദേമോസ് എന്ന് പറഞ്ഞ പണ്ഡിതൻ ഈശോയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഈശോ അദ്ദേഹത്തോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ നിക്കോദേമോസ് ചിന്തിച്ചു, ഞാൻ ആദ്യം ഈ ഭൂമിയിൽ ജനിച്ചത് എൻ്റെ മാതാപിതാക്കന്മാർ ശരീരം തന്നപ്പോഴാണ്. വീണ്ടും ജനിക്കണമെങ്കിൽ ശരീരം വേണ്ടേ? വൃദ്ധനായി എനിക്ക് ശരീരം തരാൻ എൻ്റെ അപ്പനമ്മയ്ക്ക് സാധിക്കുമോ ഇനി? അപ്പോൾ വീണ്ടും ജനിക്കാനുള്ള ശരീരം ആര് തരും? അതാണ് നിക്കോദേമോസിന്റെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കാണുന്ന യോഹന്നാൻ 6-ലാണ്. അവിടെ ഈശോ വ്യക്തമാക്കിയിരിക്കുകയാണ്, വീണ്ടും ജനിക്കാനുള്ള ശരീരം തരുന്നത് ഞാൻ തന്നെയാണ്, അത് എൻ്റെ ശരീരമാണ്. അവിടെ ഒന്നും കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്, അത് വിശുദ്ധ കുർബാനയാണ്. ഹല്ലേലൂയ. നീ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, വൈദികൻ വിശുദ്ധ കുർബാന നമ്മുടെ നാല് വെച്ച് തരുമ്പോൾ പറയുന്നത് മിശിഹായുടെ ശരീരം എന്നാണ്. ഇതാ യേശുവിന്റെ ശരീരം നിനക്ക് തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, യോഹന്നാൻ 6 നമ്മൾ വായിക്കുന്നതാണ്, ഈശോ പറഞ്ഞു, എൻ്റെ ശരീരം യഥാർത്ഥമായ ഭക്ഷണമാണ്, രക്തം യഥാർത്ഥമായ പാനീയമാണ്, ഇത് ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും. ഈശോ ഇങ്ങനെ പ്രസംഗിച്ച നിമിഷത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു, ജനക്കൂട്ടം ഇറങ്ങിപ്പോയി. കാരണം ഇവ നരഭോജനത്തിനായിട്ട് പ്രേരിപ്പിക്കാൻ നമ്മുടെ ഇറങ്ങിപ്പോയി. എന്നാൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ മാത്രം അവിടെ ഇരുന്നു. അപ്പോൾ യേശു അവരോട് ചോദിച്ചു, ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അവർ മിണ്ടിയില്ല. അപ്പോൾ യേശു പറഞ്ഞു, ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മനുഷ്യപുത്രൻ സ്വർഗത്തിലേക്ക് കയറുന്നത് കണ്ടാലോ? പ്രൈസ് ദി ലോർഡ്. തൻ്റെ സ്വർഗാരോഹണമായിട്ട് യേശു അങ്ങോട്ട് ബന്ധപ്പെടുത്തുകയാണ്. നമുക്കറിയാം, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഏലിയാവ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് എലീശ. ഏലിയാവിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഏലിയാവ് ചോദിച്ചു, നീ എന്തിനാ എൻ്റെ പുറകെ നടക്കുന്നത്? അപ്പോൾ എലീശ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് കിട്ടണം. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, നിനക്കത് കിട്ടും, ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ മതി. പക്ഷെ അത് എപ്പോഴാണ് എന്നൊന്നും പറയാൻ പറ്റുകയില്ല. അങ്ങനെ അന്ന് മുതൽ എലീശ ഗുരുവായ ഏലിയാവിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു ഘട്ടം വന്നു, ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എലീശ അത് കണ്ടു. ഏലിയാവിൻ്റെ പുതപ്പ് എലീശയുടെ മേൽ വീണു. അങ്ങനെ എലീശയ്ക്ക് ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് കിട്ടി. ഒന്ന് കൈയുയർത്തി കൈയടിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് കയറിപ്പോയപ്പോൾ ഈ ഏലിയാവിനെ പോലെ പുതപ്പിട്ടുകൊണ്ടല്ല യേശു കയറിപ്പോയത്. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെ മേൽ തൻ്റെ ശരീരവും രക്തവും പകർന്നു തന്നുകൊണ്ടാണ് യേശു കയറിപ്പോയത്. ഇതാ യേശുയുടെ ശരീരം നമുക്ക് തന്നിരിക്കുന്നു. ഒന്ന് കൈയുയർത്തി കൈയടിച്ച്. എന്തിനാണ് ഈ ശരീരം നമുക്ക് തന്നത്? ഈ ശരീരം നമുക്ക് തന്നത് ആ ശരീരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാനായിട്ടാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവനും സ്നേഹം കൊണ്ട് നിറഞ്ഞതാണ്. ആ ശരീരത്തിനകത്ത് ഒരൊറ്റ ഓർമ്മയുള്ളൂ, അത് മാനവരാശിയെ മുഴുവനും സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ഓർമ്മ കൊണ്ട് നിറഞ്ഞതാണ് യേശുവിൻ്റെ ശരീരം. പിന്നെ നമ്മൾ യേശുവിൻ്റെ ശരീരത്തിൽ കാണുന്നത്, ആ ശരീരത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്നാണ് എഴുതിയിരിക്കുന്നത്.
പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിളിൻ്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വചനം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിൻ്റെ മുകളിൽ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ചലിക്കുന്ന ആത്മാവാണ്, ചലിപ്പിക്കുന്ന ആത്മാവാണ്. അതുകൊണ്ടാണ് പന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നതിനെക്കുറിച്ച് വിവരിക്കുന്ന സ്ഥലത്ത് എഴുതിയിരിക്കുകയാണ്: ആത്മാവ് എഴുന്നള്ളി വന്നപ്പോൾ അവരിരുന്നിരുന്ന സ്ഥലം കുലുങ്ങി എന്ന്. സ്ഥലവും മറ്റും കുലുങ്ങാത്ത ഒന്നാണ്, ചലിക്കാത്ത ഒന്നാണ്. പക്ഷെ ആത്മാവ് വന്നപ്പോൾ ചലിക്കാത്ത സ്ഥലം പോലും ചലിക്കാൻ തുടങ്ങി. എല്ലാത്തിനെയും ചലിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പം നമ്മൾ ഓർക്കുക, ഈശോയുടെ ശരീരം മുഴുവനും സ്നേഹമാണ്. പരിശുദ്ധാത്മാവ് ആ ശരീരത്തിൽ പ്രവർത്തിച്ച് സ്നേഹത്തെ വെളിയിലേക്ക് ഒഴുക്കും. കാരണം പരിശുദ്ധാത്മാവ് ചലിപ്പിക്കുന്ന ആത്മാവാണ്. അപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് യേശുവിൻ്റെ സ്നേഹത്തെ വെളിയിലേക്ക് പരിശുദ്ധാത്മാവ് ചലിപ്പിച്ച് ഒഴിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നാം ഈശോയുടെ ശരീരം സ്വീകരിച്ചു കഴിയുമ്പോൾ ആ ശരീരം മുഴുവനും സ്നേഹമാണ്. അതിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? ആ ശരീരത്തിൽ നിന്ന് സ്നേഹത്തെ വെളിയിലേക്ക് ചലിപ്പിക്കുന്നു. അങ്ങനെ ഈശോയുടെ ശരീരത്തിൽ നിന്ന് സ്നേഹം ഇങ്ങനെ ഒഴുകുകയാണ്. അങ്ങനെ ഒഴുകുമ്പോൾ പ്രിയപ്പെട്ടവരെയും അതൊരു പ്രത്യേക ദിശയിലേക്കാണ് അത് ഒഴുകുന്നത്. ഒരു പ്രത്യേക ദിശയിലേക്കാണ് പരിശുദ്ധാത്മാവ് ഈ സ്നേഹത്തെ ചലിപ്പിച്ചൊഴുക്കുന്നത്. അത് എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ, ഇങ്ങോട്ട് സ്നേഹം തരാൻ കഴിവില്ലാത്ത വ്യക്തികളിലേക്കാണ് പരിശുദ്ധാത്മാവ് ഈ സ്നേഹത്തെ ഒഴുക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ദൈവാത്മാവ് സ്നേഹത്തെ വെളിയിലേക്ക് ചലിപ്പിക്കുന്നു. എങ്ങോട്ടാണ് ചലിപ്പിക്കുന്നത്? ഇങ്ങോട്ട് സ്നേഹം തരാൻ കഴിവില്ലാത്തവരിലേക്ക്. ഇങ്ങോട്ട് സ്നേഹം തരാൻ കഴിവില്ലാത്ത ആളുകളെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ആരാണ് നിന്നെ തെറി പറയുന്നത്? ആരാണ് നിനക്കെതിരെ സംസാരിക്കുന്നത്? ആരാണ് നിന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവരുടെ കയ്യിലാണ് നിനക്ക് തരാൻ സ്നേഹമില്ലാത്തത്. നമ്മളവരെ വിശേഷിപ്പിക്കുന്നത് ശത്രുക്കൾ എന്നാണ്. അപ്പം ശത്രുവിലേക്ക് ഒഴുകുന്ന ഒരു സ്നേഹപ്രവാഹം ഇതാ നമ്മളിൽ ആരംഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ലോക ചരിത്രത്തിൽ ആദ്യമായി ശത്രുവിലേക്ക് ഒഴുകുന്ന ഒരു സ്നേഹപ്രവാഹം നമ്മൾ ദർശിക്കുന്നത് കാൽവരി കുരിശിലാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പ്രാർത്ഥിക്കുമ്പോൾ അപ്പോഴും ശത്രുക്കൾ ഈശോയെ പീഡിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇത് പ്രാർത്ഥിച്ചപ്പോൾ ഈശോയിൽ നിന്ന് ആ സ്നേഹം എങ്ങോട്ടാണ് ഒഴുകിയത്? തന്നെ വേദനിപ്പിച്ച വ്യക്തികളിലേക്ക്. അങ്ങനെ ലോക ചരിത്രത്തിൽ ആദ്യമായി പരസ്യമായി ശത്രുവിലേക്ക് ഒഴുകിയ ഒരു സ്നേഹപ്രവാഹം നമ്മൾ കാണുന്നത് കാൽവരി കുരിശിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ യേശുവിൽ ആരംഭിച്ച ശത്രുവിലേക്ക് ഒഴുകുന്ന ഈ സ്നേഹപ്രവാഹം ഉണ്ടല്ലോ, ഇന്ന് ഈശോയുടെ ശരീരം കാൽവരി കുരിശിലല്ല കിടക്കുന്നത്, എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് അത് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കാൽവരിയിൽ തുടർന്ന ആ സ്നേഹത്തിൻ്റെ പ്രവാഹം ഇതാ നമ്മളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിന്നിൽ നിന്ന് ശത്രുവിലേക്ക് ഒഴുകുന്ന ഒരു സ്നേഹപ്രവാഹം ഇതാ കുർബാന സ്വീകരിക്കുന്ന വഴി നിനക്ക് ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.